ഹലോ ചേച്ചി. പ്രിയൻ ഇന്ന് ശ്രീജിത്തിനെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. നിന്നെ വിളിച്ചിരുന്നോ? ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ കാണാമെന്ന്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ദാ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് വന്നാൽ മതിയെന്ന്. എന്താ ചേച്ചി? ഒന്നുമില്ല, ഞാൻ നിന്നെ ഇപ്പോൾ തിരിച്ചു വിളിക്കാം. ശരി ശരി, ഓക്കെ. എന്താ അമ്മേ? ഒരാവശ്യത്തിന് വിളിച്ചാലും കിട്ടില്ല, സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചാലും നോക്കൂല്ലോ നിന്റെ അച്ഛൻ. എന്താ? എനിക്ക് മടുത്തു. ഒന്ന് പറയാം. ഒന്നുമില്ലാന്ന്. ഇതാ വീട്. എല്ലാവരും ഉണ്ടല്ലോ. നല്ല ബെസ്റ്റ് ടൈമിങ്. ഇവിടെ ഇറങ്ങി ഇനി ചായയൊക്കെ കുടിച്ചിട്ടാണോ പോകുന്നേ? അല്ല, ശരി. ഇവിടുന്ന് പോയപ്പോ മുടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആരാ? ഞാൻ ബ്യൂട്ടി പാർലറിൽ നിന്ന് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാൻ വന്ന. അത് ഇത് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകുന്ന വഴി. അല്ല, നിങ്ങളുടെ ഈ കള്ളത്തിരക്കൊക്കെ കൂട്ടുവെക്കാൻ എന്നെ കിട്ടില്ല കേട്ടോ. വേറെ മൈൻഡ്. ജീവിതമാണ് സർക്കാർ, ജോലി നൽകൂ സർക്കാർ, ജോലി നൽകൂ സർക്കാർ, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, ജോലി നൽകൂ സർക്കാർ, നീതി നൽകൂ സർക്കാർ, നീതി നൽകൂ സർക്കാർ, ജീവിതമാണ് സർക്കാർ, ജീവിതമാണ് സർക്കാർ. എന്താ പ്രശ്നം? ചേട്ടാ, ഞങ്ങള് സാധാരണക്കാരുടെ കാര്യം കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടെ മന്ത്രിയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ്? ഇനി ഞെട്ടിക്കുന്ന രീതിയിൽ സമരം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ജോലി നൽകൂ സർക്കാർ, ജോലി നൽകൂ സർക്കാർ, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, സേവ് സിപിഒ റാങ്ക് ലിസ്റ്റ്, ജോലി നൽകൂ സർക്കാർ, ടാക്സി സ്റ്റാൻഡ് ഒന്നും എത്താറായില്ലേ? എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്കാ ട്രാവല്? ഇപ്പൊ എന്തിനാ നിങ്ങൾ അറിയുന്നേ? അല്ല, എനിക്കൊന്ന് ഹോസ്പിറ്റലും ഫ്ലാറ്റിലും കയറിയാൽ മതിയായിരുന്നു. എനിക്കല്ല അത്ര വിശ്വാസമില്ല. ഇനി ഇതുപോലെ വേണ്ടാത്തൊക്കെ വലിഞ്ഞേറി വരുന്ന ആർക്കറിയാം. പോരാത്തതിന് ഓരോ ഫാൻസ്. ഹലോ ഹലോ, ഞാൻ ഗിബ്സൺ ആണ്. ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നേ. ഐ ഓൾറെഡി ടോൾഡ് യു റൈറ്റ്. ഇതൊരു കുട്ടിയുടെ കാര്യമല്ലേ? വെറുതെ വണ്ടി അടിച്ചിട്ട് പോയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? എടോ, തനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? മനസ്സിലാക്കാൻ വേണ്ടിയാ നേരിട്ട് കാണണമെന്ന് പറയുന്നത്. ഞാനിപ്പോ എയർപോർട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുക. അതെ, നിങ്ങൾ കാശിന്റെ കാര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്തണം. ഞാൻ എത്ര പേരെ വിളിച്ചോണ്ടിരിക്കുക, എനിക്ക് വേറെ പണിയുണ്ടെന്നേ. ഈ ബ്ലാക്ക് മെയിലിംഗിന് എനിക്ക് കേസ് കൊടുക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഒരു കുട്ടിയുടെ കാര്യം ആയിപ്പോയതുകൊണ്ടാ ഞാൻ. കുട്ടിയുടെ കാര്യം ഞാനും ഇത്ര കൺസേൺ ആവുന്ന. അപ്പൊ ഇന്ന് തന്നെ നമുക്കൊരു ഫൈനൽ സെറ്റിൽമെന്റ് ഇരിക്കാം. എയർപോർട്ടിനടുത്ത് എന്റെ ഓഫീസ്. വണ്ടി ഞാൻ അയക്കാം. ഡ്രൈവറുടെ നമ്പറും വണ്ടിയുടെ ഫോട്ടോയും ഞാൻ വാട്സാപ്പ് ചെയ്യും. ഓക്കെ, ഐ ട്രൈ. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യും. നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അയ്യോ, അല്ല, ഉറപ്പ് പറയണം. ഞാനിന്ന് വേറെ മീറ്റിംഗ് കൊടുക്കുന്നില്ല. അപ്പൊ ശരി.
ഡോക്ടർ ഡ്രൈവറിന്റെ പണിയെടുത്താൽ മതി. അല്ല ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വണ്ടി ഓക്കെ ആണോ? സോറി, പെട്ടെന്ന് വണ്ടി എടുത്തപ്പോ അങ്ങനെ പറ്റിപ്പോയതോ. എവിടെ നോക്കിയാ മിസ്റ്റർ വണ്ടി ഓടിക്കുന്നേ? ഗ്ലാസ് പൊട്ടി കണ്ടില്ലേ? അല്ല അത് നിങ്ങളല്ലേ റോങ് സൈഡ് വന്നത്. എന്റെ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ആഹാ, ദേ എന്റെ ചേട്ടനെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. താൻ ഓവർ സ്പീഡിൽ വന്നോണ്ടല്ലോ ഈ ഗ്ലാസ് പൊട്ടി. അല്ല ഇനി ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ എത്ര കാശാവും അറിയോ തനിക്ക്? എന്താ ചെയ്യേണ്ടത്? കാശ് പിച്ചക്കാർ ചോദിക്കണ പോലെയാണ് കാശ് ചോദിക്കുന്നത്. കാറേ എന്റേതാ, പക്ഷെ അതൊക്കെ ചോദിക്കാൻ മനുഷ്യൻ. നമുക്കൊന്ന് സെറ്റിൽ ചെയ്താലോ? എന്റെ കയ്യിൽ കാർഡേ ഉള്ളൂ. ആ ഇവിടെ അടുത്ത് ATM ഉണ്ടല്ലോ, നമുക്ക് ATM എടുക്കാം. സ്റ്റോപ്പ് ഇറ്റ്. വണ്ടി ഓടിച്ച് ഇങ്ങോട്ടൊന്ന് കേട്ടിട്ട് ഞാൻ പറയുന്നോ? കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കേസ് കൊടുക്ക്. അല്ല ഡോ താ വണ്ടി എടുക്കണോ? കാശ് കൊടുക്കാൻ നടക്കുന്നു. യു ഡിസേർവ് ദിസ്. അവരുടെ മിസ്റ്റേക്കിന് അവരുടെ വായിലിരിക്കുന്നതിനെ കേട്ടപ്പോ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞിട്ട് പോട്ടെ നീ. ഈ സിറ്റിയിൽ ഇങ്ങനെ ഒരു ദിവസം എത്ര വർഷങ്ങളുണ്ടാവും? ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ത്രീ ഇതുപോലെ എന്റെ വണ്ടിയുടെ മുന്നിൽ ഒന്ന് ചാടിയതാ കുട്ടിയായിട്ട്. അങ്ങനെ എന്റെ വണ്ടി ആക്സിഡന്റ് ആയത്. കേസ് ഒതുക്കി തീർക്കാനായിട്ട് ഞാൻ എന്റെ കയ്യിരിക്കുന്ന കാശ് കൊടുക്കുകയും ചെയ്തു. അതാ ഇപ്പൊ ഞാൻ പുലിവാലി പിടിച്ചിരിക്കുന്നത്. ഇന്നലെ അയച്ചോണ്ടല്ലോ ഇത് മതിയോ? ആ നമുക്ക് പോവാ. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റണേ. കുപ്പികളെ കാത്തോണ്ടേ. പോവാ. അടിപൊളി ഷർട്ടാണല്ലോ ചേട്ടാ. ഇന്നലെ വാങ്ങിച്ചാണ് ഫോട്ടോ എടുക്കാനുള്ളല്ലേ? രാജേട്ടാ. ആ അവരും വരുന്നുണ്ട്. എന്റെ രാജേട്ടാ, നമ്മളെന്താ ടൂറ് പോവാണോ? അയ്യോ, എന്നെക്കാളും വലിയ ഫാനാണ് എന്റെ ഭാര്യയും മക്കളും. രാജേട്ടൻ ഇങ്ങ് വന്നേ. ഇതിപ്പോ നമ്മള് മമ്മൂട്ടിയോട് ജസ്റ്റ് കഥ പറയാൻ വേണ്ടി പോകുന്നല്ലേ ഉള്ളൂ. അപ്പൊ എല്ലാരും കൂടെ അപ്പൊ കഥ അവരും കേക്കട്ടെ, നല്ലതല്ലേ? കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സസ്പെൻസ് ഒക്കെ അങ്ങ് പോയില്ലേ? ആണോ? മമ്മൂട്ടിയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കൊണ്ടുവരാം, അവിടെ ഇരുത്താം, ഭക്ഷണം കൊടുക്കാം, ഫോട്ടോ എടുക്കാം, എന്ത് വേണമെങ്കിലും ആവാലോ. ആണല്ലേ? അന്ന് ഇപ്പൊ അവരോട് വരണ്ടെന്ന് പറയാല്ലേ? ഒരു മിനിറ്റ്. അതേ, നിങ്ങൾ ഇവിടെ ഇറങ്ങ്. ഞാൻ മമ്മൂക്കാനെ പോയി കണ്ടിട്ടേ കഥ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മമ്മൂക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതല്ലേ നല്ലത്? വാ എല്ലാവരും ഇറങ്ങി 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 വാ, ഇറങ്ങി അങ്ങോട്ട് പോയിക്കോ. തൽക്കാലം ഞാൻ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ശരിയാണ്. ഹലോ, റെഡി ആയല്ലേ സർ? ഞാൻ ബാങ്കിലേക്ക് വരാം. ഇല്ല ഫ്ലാറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഇല്ല ഞാൻ വരാം സർ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലേ വർക്ക് ചേട്ടാ? അഡ്മിറ്റ് ആക്കിയിട്ട് വന്നാ സാറേ, പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് പോണം. ഇപ്പൊ ശോഭ വിളിച്ചു പറഞ്ഞു എന്തോ ഡിലേ ഉണ്ടോ. ഇതെന്താ? അതൊക്കെ റെഡി ആയിക്കോളൂ. അത് 3Bയിലെ വാടകക്കാരാ സാറേ. ഇതിപ്പോ 3ാമത്തെ വീട്ടുകാരെ ഒഴിഞ്ഞു പോകുന്നു. എല്ലാവർക്കും പേടിയാ സാറേ. പിന്നെ വേസ്റ്റ് വാട്ടറിന്റെ കാര്യത്തിൽ എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ ആ ഫിൽറ്റർ സെറ്റ് ചെയ്യുന്ന പാർട്ടിനെ വിളിച്ചിട്ടൊന്ന് അത് ഞാൻ ചെയ്തോളാം സാറേ. ഗോപാലേട്ടാ, ഇതൊന്നേ മോളിൽ കൊടുത്തേക്കണേ. അയ്യോ അതെ, നീനമൂളും കുട്ടിയും വന്നിരുന്നു. എന്നിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഇത്തിരി കരിപ്പിലാന്ന് തോന്നണേ. ഞാൻ അവരെ വിളിക്കാനും മറന്നുപോയല്ലോ. എടോ, വനിത സുന്ദരയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക? അവര് മാപ്പൂർന്നില്ലേ പ്രശ്നം കൂട്ടോ. എന്റെ പൊന്ന് സാറേ, സാറ് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് എന്നാ എനിക്കിട്ടും കിട്ടും. വന്നേ. ആ
ഒരു കസേര വേണമല്ലോ. ആരാ? വയ്യാത്ത ഒരാൾ കസേര വഹിക്കുമ്പോ തനിക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അയാളെ തല്ലി ശരിയായില്ല. അങ്ങനെ എന്റെ അനിയത്തിയോട് അമ്മാതിരി വർത്തമാനോ സാറേ പറഞ്ഞത്? എന്ന് വെച്ച് തല്ലാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അയാൾ മാപ്പ് പറയണം. ഞാൻ എന്തിനാ അതിന് മാപ്പ് പറയണ്ടേ? നിങ്ങൾ ഈ പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. നമ്മുടെ നല്ലതിന് പറയാം. മാപ്പ് ഞാൻ പറയാം. സാറിന്റെ സിനിമയല്ലേ, അനിയത്തിക്ക് ഒരു റോൾ കൊടുക്കാവോ? സിനിമയിലെ റോളും മാപ്പും തമ്മിൽ നിങ്ങൾ എന്തിനാ കൂട്ടിക്കൊടുക്കുന്നത്? ഞാൻ അതിന് മാത്രം വലിയ എഴുത്തുകാരനൊന്നും ആയിട്ടില്ല. അത് സാറ് ചുമ്മാ പറയുന്ന. സാറ് നിരൂപിച്ചാല് എന്റെ അനിയത്തിക്ക് ഒരു റോൾ കൊടുക്കാൻ പറ്റും. പറ്റുമോ ഇല്ലയോ അത് സാർ ഇപ്പൊ പറയണം. എങ്കിൽ ഞാൻ മാപ്പ് പറയാം. ഷമീർ ആളെ കൂട്ടി മാപ്പ് വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അതൊന്ന് ശരി, മാപ്പ് പറയും. ഒരു റോള് ഞാൻ കൊടുക്കാം. ആ എന്നാ മാപ്പ് വാങ്ങാമെന്നാ നാറിയെ വിളി. എന്താ മാപ്പ് പറയുന്ന വീഡിയോ എടുത്തു വൈറലാകട്ടെ, മുഴുവനും കിട്ടണം കേട്ടോ. അങ്ങനെയാണ് തല്ലുന്നതിന്റെ വീഡിയോ എടുക്കണം. അയ്യ അത് കഴിഞ്ഞില്ലേ? ഒന്നുകൂടെ ആകാലോ. എന്ത് തല്ലുന്നതിന്റെ വീഡിയോയെ എന്നാ ഞാൻ വീഡിയോ എടുക്കുന്നില്ല. വേഷം കെട്ട് വർത്താനം പറയാതെ മര്യാദക്ക് മാപ്പ് പറയാൻ നോക്ക്. എസ് ഐ പറഞ്ഞിട്ടുണ്ടോ? സോറേ, ഇയാള് സ്ത്രീകളോട് മാന്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ എന്നാ പോയി കേസും കൊടുക്കും ഞാൻ. ഒരു മിനിറ്റ്. നൈസായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. എന്താ സാറേ? അനീതിക്ക് നല്ല ഡയലോഗുള്ള റോള് വേണ്ട സിനിമയിൽ. നിനക്കതാണ് വേണ്ടേ? എങ്കിൽ അവിടെ നായികയോ? നായകയാകാനൊന്നും പറ്റില്ല. പവർഫുൾ ഡയലോഗുള്ള വേറെ റോള് കൊടുക്കാം. നിങ്ങൾ മാപ്പ് പറയും. പറ്റിക്കുവോ? ഇല്ല, പറ്റിക്കില്ല. മാപ്പ് പറയും. സാറ് പറഞ്ഞ വിശ്വാസമാണോ? ആ മാപ്പ്. ഇതാ മാപ്പ്. ഇങ്ങനെയാണോ മാപ്പ് പറയണത്? ആ ഇപ്പൊ തന്നതിന് മാപ്പ്. എന്ത് മണ്ടന്മാരടാ. അപ്പളേ കൈ അടിച്ചേക്കണ്. 2-3 പ്രാവശ്യം പറയിപ്പിച്ചാണ് ഞാൻ. സാറേ, അനിയത്തിയുടെ കാര്യം മറക്കല്ലേ. ഇവിടുത്തെ കലാപരിപാടി കഴിഞ്ഞ് നമുക്കിനി പോവാം. ഇജാതി കച്ചറ പരിപാടികളാണോടോ തന്റെ അത്യാവശ്യം? അല്ല, തലയ്ക്ക് ബാലൻസ് കുറവ് എനിക്കാണോ അതോ തനിക്കോ? അല്ല, ഫ്രണ്ടിൽ ഇരിക്കാട്ടോ. നോ. ട്രാവൽ ചെയ്യുമ്പോൾ സേഫസ്റ്റ് പൊസിഷൻ ഇതാ, പ്രത്യേകിച്ച് സ്ട്രേഞ്ചേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അതിനല്ലേലും ഞാൻ തന്റെ ഭാര്യ ഗേൾഫ്രണ്ടൊന്നല്ല. പ്രിയ ഈ ഫ്ലാറ്റ് പൊളിക്കാൻ പോകുന്നു പറഞ്ഞു കേട്ടു. ഈ മാസം ശമ്പളം കിട്ടിയതെങ്കിൽ ഞാനങ്ങോട്ട് വീട്ടിലേക്ക് പോയേനെ. ഈ ഫ്ലാറ്റ് പൊളിച്ച് പാവങ്ങളൊക്കെ പിരിവലിക്ക് ഇറങ്ങണാണ് എനിക്ക് വയ്യ. നിങ്ങൾ പറഞ്ഞത് വൈകുന്നേരം അച്ഛനും അമ്മയും വരും. ഓക്കെ ശരി, ഇനി അതിൻ്റെ കൂടി കുറവുള്ളൂ. വർക്കിച്ചേട്ടാ, വേഗം ഹോസ്പിറ്റലിൽ പോകാൻ മറക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം സാറേ. ആ എടോ, ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ. മനുഷ്യന് കുറച്ച് സമാധാനം തോ. മ്യൂസിക് ഇഷ്ടമല്ല അല്ലേ? എവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണമായിരുന്നു. ഇനിയിപ്പോ തന്റെ ഇറക്കിനിടയ്ക്ക് ഒന്നും വേണ്ട. ഞാനേ ഇപ്പൊ വരാം. ഒരു ചെറിയൊരു കാര്യമുണ്ട്. എടോ, താൻ എന്നെ വീണ്ടും പോസ്റ്റ് ആക്കുവോ? ഇല്ല, വേഗം വരാം. AC ഓൺ ആണോ? യെസ്. അതെ അതെ, ഇത് ആരോട് പാർക്ക് ചെയ്തത്? ആരോട് പാർക്ക് ചെയ്തെന്ന്? ഡ്രൈവർ. ഡ്രൈവറാ? അയാളെന്തേ? അയാള് ബാങ്കിൽ പോയി. അയാളുടെ ഫോൺ നമ്പർ തന്നെ? എനിക്ക് അയാളുടെ ഫോൺ നമ്പർ ഒന്നും അറിയില്ല. അയാളുടെ പേരെന്താണ്? എടോ, പേരൊന്നും എനിക്ക് അറിയത്തില്ല. വണ്ടി എടുത്ത് മാറ്റോ? എടോ, മാറ്റാന്ന് പ്ലീസ് മാഡം. അത് ബാങ്കിന്റെ വണ്ടിയാണ്. ഒന്ന് മാറ്റിട്ട് വരും പ്ലീസ്. ഞാനോ? ആ, എനിക്ക് ഈ വണ്ടി മാറ്റിയിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ വണ്ടി എടുത്ത് പോയേനെ. താൻ കയറി ഇരുന്ന് മാറ്റിക്കോ. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ഡ്രൈവിംഗ് അറിയാതെയാണോ താൻ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത്? അതിന് ഡ്രൈവിംഗ് അറിയണോ സെക്യൂരിറ്റി ആകാൻ? താൻ പോയി വിളിക്കുക, അയാളെ ബാങ്കിനകത്തുണ്ട്. മാറ്റാ. ഹലോ, KL 07 BQ 1396. KL 07 സാർ, മറ്റേ KL 07 BQ 1396. സാറേ, സാറിൻ്റെ ആണോ ഒരു ഹോണ്ട സിറ്റി വണ്ടിയോട് പാർക്ക് ചെയ്തത്? അല്ലല്ലേ? ഓ, ഹലോ,
എന്ത് പരിപാടിയാണോ സാറേ വണ്ടി പറഞ്ഞ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് അവൻ താനവിടെ എന്തെടുക്കുമായിരുന്നു? ഞാനവിടെ പോയി ശരിയാക്കടോ അത്. എന്ത് കഷ്ടം. ബാങ്കിലോട്ട് വന്നവനല്ലേ? എടോ പെട്ടെന്ന് മാറ്റിയിടോ, അടുത്ത ബാങ്കിൽ പോകാനുള്ള സമയമില്ല. ആളില്ല. ഞാൻ ആരെങ്കിലും വിളിച്ച് വിളിക്കാൻ ഞങ്ങൾക്കടുത്ത ബാങ്കിൽ പോകാനുള്ളതാണ്. മനസ്സിലായി. ഇവന്മാരെന്ത് കഷ്ടമാണ് കാണിക്കണത്. വല്ല മര്യാദ ഉണ്ട് ഇവന്മാർക്ക്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് സാറേ. ഒന്നും പറയണ്ട സാറേ. ഇവിടെ ഇത്ര സ്ഥലമുണ്ട്, അവിടെ ഒന്നും പറ്റില്ല. അവൻ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത് പോകണം. എടോ ഞാൻ അകത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ല അയാള്. എന്ത് കഷ്ടമാണ് നോക്കിയേ. ഒരു മര്യാദ സാർ ആർക്കും. ഓക്കെ സാർ. ഞാനെന്ത് ചെയ്യാനാണ്? തന്റെ പേരെന്താ? ഏതാ? തന്റെ പേരെന്താന്ന്? പ്രിയദർശൻ. തന്റെ ഫോൺ നമ്പർ കൂടെ പറഞ്ഞേക്ക്. അതെന്തിനാ? എന്നെ ഇനി ഇതുപോലെ വണ്ടിയിലിട്ടിട്ട് പോയ ആരെങ്കിലും വന്ന് പേര് ചോദിച്ചാലേ എനിക്കത് പറയണ്ടേ? ഹോമിയോ ഡോക്ടറാണോ? അതെ. മാഡത്തിന്റെ പേരെന്താ? പ്രിസ്കില്ല. എന്താ? പ്രിസ്കില്ല തങ്കം. പ്രിസ്കില്ല തങ്കം. നല്ല പേര്, നല്ല പേര്. രാജേട്ടാ ഒന്ന് ലെഫ്റ്റിലേക്ക്. അതെ, കൈ കെട്ട്. പ്രിയേട്ടാ, സൂപ്പർ. ഞങ്ങളിവിടെ എത്തി. കുറച്ചിങ്ങോട്ട് നമുക്ക് സെറ്റ് തന്നെ ഉണ്ട്. നിങ്ങൾ വരാതെ മീറ്റിംഗ് നടക്കത്തില്ല, അറിയാലോ. ലേറ്റ് ആവരുതേ പ്ലീസ്. എന്തായി? പുള്ളി സമയത്തിന് എത്തിക്കോളാന്ന് പറഞ്ഞു. ആണല്ലേ? എവിടെ കിട്ടിയാ? കിട്ടി. ഇതാ നമ്പർ കിട്ടിയില്ലേ? നമ്പർ കിട്ടി, തല കിട്ടില്ല. നമ്പർ കിട്ടണം. അപ്പോ രായിട്ടൊന്ന് ഇരിക്കേണ്ടി വരും. ആയിരിക്കാം. രാജേട്ടാ വിളിക്കിരിക്കണ പോലെ ഇരിക്കാത്തൊന്ന് സ്റ്റൈലായിട്ട് ഇരിക്കാവോ? സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, ഇല്ലുക്കുള്ളി ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. എവിടെ ഈ പടത്തിന്റെ ക്യാമറ തനിക്ക് ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ലേ? എത്തി, ഹോസ്പിറ്റലിന്റെ എൻട്രൻസിലേക്ക് എത്തി. ആ 1:30 വരില്ലെന്ന് വിചാരിച്ച് ഓപ്പറേഷന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോറി, ഫണ്ട് അറേഞ്ച് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. ഓ ഓക്കെ. ഞാനാണെന്ന് പറയണ്ട കേട്ടോ. നോ, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ഫണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു. കൊച്ചിനെങ്ങനെയുണ്ട്? ഹീസ് ഫൈൻ, വി വിൽ ടേക്ക് കെയർ. ഓക്കെ. എന്റെ പൊന്നു സാറേ, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇവിടെ സമരം കാണാൻ വന്നതന്നെ. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ മോളിൽ കയറി നിൽക്കുന്നു. അറിഞ്ഞൂടാ. സാറേ ഇയാളെ കണ്ടാലും പരിചയമുണ്ടല്ലോ. പ്രിയദർശന്റെ ബന്ധുവല്ലേ? പോലീസുകാരെ വിപ്ലവം പഠിപ്പിച്ചോ. വണ്ടി നമ്പർ ഒരു വണ്ടി നമ്പർ ഞാൻ പറഞ്ഞുതരാം. എത്രയും പെട്ടെന്ന് അതിന് ഓർഡർ പ്രിയദർശൻ അവൻ എത്രയും പെട്ടെന്ന് പൊക്കണം അവിടെ എത്തിക്കണം. അപ്പുറത്തോടെ ഇറങ്ങാം. എന്ത് ഞാൻ ഒറ്റയ്ക്ക് വിളിക്കില്ല. എന്റെ ഒറ്റ ഈ വണ്ടി ഓടിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്ത് നഗരസഭ കാര്യങ്ങളൊക്കെ എത്തിക്കുക. അർജന്റാണ്. ഓർ അമ്മേ, എടാ നീ വരുമ്പോണ്ടല്ലോ ഞങ്ങൾക്കൊരു സോപ്പും കൂടി വാങ്ങിട്ട് വരണം കേട്ടോ. അമ്മേ, അതൊക്കെ ഇവിടെ ഉണ്ടമ്മേ. അച്ഛന് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളതാടാ, അതുകൊണ്ട് ആയുർവേദ കഷായ സോപ്പ് തന്നെ വേണം. അമ്മ നാളെ മതിയോ? ഇന്ന് വേണോ? ഇന്ന് തന്നെ വേണം. അപ്പൊ ശരി. അമ്മേ, പുതിയ ഏതെങ്കിലും പരിപാടി കൂടെ ഏറ്റുപിടിച്ചോ? ഇത് കൊള്ളാല്ലേ? അമ്മക്ക് കഷായ സോപ്പ് വേണം ഇന്ന് തന്നെ. 1 മണിക്ക് എയർപോർട്ടിൽ എത്താന്ന് പറഞ്ഞതാ. സമയത്താ നോക്ക് 2 മണിയായി. എയർപോർട്ടിൽ എത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ.
ഞാനാണ് ഇതിനകത്ത് വന്ന് പെട്ടും പോയി. 1 മണിക്കൂറൊക്കെ നമുക്ക് പിടിച്ചിട്ട് തന്നെ. പിടിച്ചെടുത്തേ? സമയം പിടിച്ചെടുത്തുന്ന ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ എയർപോർട്ടിലേക്കാണ്. അല്ല, എയർപോർട്ടിൽ എന്താ കാര്യം? എനിക്ക് എറണാകുളത്ത് ഒരു ആന്റിക് ഷോറൂം ഉണ്ട്. അതിനകത്ത് കുറേ ഐറ്റംസിൽ എന്തോ കസ്റ്റംസ് ക്ലിയറൻസ് പ്രോബ്ലം. അത് ശരിയാക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയെടുത്താളുള്ള പാടെ എനിക്കല്ലേ അറിയൂ. അമ്മയായിട്ട് ഓരോന്ന് തുടങ്ങി വെച്ചതാണ്. ഇപ്പം എല്ലാം എൻ്റെ തലയിലായി. എനിക്കാണെങ്കിൽ ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ കിട്ടാനുമില്ല. ഉത്തരവാദിത്തത്തോടുകൂടി ഷോപ്പ് നോക്കി നടത്താൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? എന്താ? അല്ല, നല്ല സാലറി കൊടുക്കാം. വിശ്വാസമില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. ഞാനിപ്പോ തോളിൽ തലയിലായിട്ട് കൊണ്ടു നടക്കുന്നതന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ല പാടുപെടുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടി വേണം. ഇവിടെ 5 മിനിറ്റിനുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കിട്ടും. ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല മാം, ഒന്ന് ചിരിക്കുവോ? എടാ ഒന്ന് റൈറ്റിലേക്ക് മാറ്റി. അമ്മയ്ക്കുള്ള ആയുർവേദ കഷായ സോപ്പ് മേടിക്കാൻ ആയുർവേദ കട അന്വേഷിച്ച് നടക്കുവാൻ. ഫോട്ടോ കിട്ടിയോ? ആ, ഇതാണോ ഫോട്ടോ? അയ്യോ, ഇത് കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ? നിങ്ങൾ ഡ്രോപ്പ് ചെയ്തോന്ന് അറിയാൻ വേണ്ടി വിളിക്കും. ഏയ്, ഇനിയിപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക്. ആ ഫോട്ടോയിലൊന്ന് ചിരിക്കാമായിരുന്നു. എനിക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്, മൂഡ് സ്വിങ്സ്, പിന്നെ ഡിപ്രഷനും. സമയത്തിന് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ദേഷ്യവും സങ്കടമൊക്കെ വരും. മനസ്സ് പിടിച്ചാൽ പിടികിട്ടില്ല. ഇതിനും എന്തെങ്കിലും മരുന്നുണ്ടാവോ ഡോക്ടറിൻ്റെ അടുത്ത്? നമ്മുടെ അടുത്ത് മരുന്നുണ്ട്, പക്ഷെ ഇതുപോലെ കൂടിയ ഡോസ് അല്ല, സ്വീറ്റ് ആയിരിക്കും. അത് തരാം. ഇത്രയും മരുന്നൊക്കെ കഴിക്കാൻ എന്താ സംഭവിച്ചത്? എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ഞങ്ങൾ ലൈഫിൽ നല്ല ഹാപ്പി ആയിരുന്നു. ആൻറ്റീക് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അമ്മയായിരുന്നു. ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണമെന്നും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നും അമ്മ എപ്പോഴും എന്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ പൊതുവേ ഒരു ഇൻട്രോവേർട്ടാണ്. എന്നെ ആ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെയുള്ള അമ്മയോടൊപ്പമുള്ള സമയം എൻ്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. അമ്മ അസുഖക്കാരിയായി. പിന്നെ കാലങ്ങളോളം ഹോസ്പിറ്റലും വീടും മാറി മാറി എൻ്റെ ജീവിതവും അതുതന്നെയായി മാറി. അമ്മ തിരിച്ചു വരില്ല എന്നുള്ള ഡോക്ടേഴ്സിൻ്റെ പ്രഡിക്ഷൻസിൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു.
അമ്മ തിരിച്ചു വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. വേറൊന്നും എനിക്ക് ആഗ്രഹിക്കാനും ഇല്ലായിരുന്നു. പക്ഷേ ഈ നശിച്ച ലോകത്തുനിന്ന് പോണെന്ന് അമ്മ തന്നെ എന്നോട് പറയുന്നത് എനിക്ക് തോന്നിയ നിമിഷം ഞാൻ ആ കൺസെന്റ് സൈൻ ചെയ്തു. അമ്മയെ മരണത്തിന് വിട്ടുകൊടുത്തു. ചെയ്തത് തെറ്റായിപ്പോയോ എന്നോർത്ത് ഞാൻ കുറേ കാലം വിഷമിച്ചു. എന്നോട് തന്നെ തർക്കിച്ചു. പിന്നെപ്പോഴോ മനസ്സും കൈവിട്ടു. ലേറ്റായപ്പോ വരില്ലാന്ന് വിചാരിച്ചു. അല്ല, നിങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ആക്സിഡന്റിൽ കുട്ടിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറെ കാശൊന്ന് സഹായിച്ചു. പിന്നെ എന്തിനാ നിങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത്? തിരക്കൂട്ടാതെ കുട്ടിയുടെ അമ്മാവനായതുകൊണ്ട് എനിക്കും ചിലതൊക്കെ പറയാനുണ്ടാവും. ഇരിക്കേ. ഇരിക്കുന്നേ. തൻ്റെ അമ്മയെ മരിക്കാൻ വിട്ടത് പിശുക്ക് കാരണമാണെന്ന് കേട്ടത് പരദൂഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ തറവാട് സ്വത്തിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ആർക്കും കൊടുക്കാതെ കൈവച്ചുകൊണ്ടിരിക്കുന്നത് മോശം തന്നെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് ആദ്യം വിചാരിച്ചത്. വിശദമായിട്ട് നോക്കിയപ്പോഴാണ് പല പ്രശ്നങ്ങൾ കണ്ടത്. കുറഞ്ഞ ചെലവിലൊന്നും തീരുന്ന പ്രശ്നമല്ല. എൻ്റെ അളിയനും പങ്ങളും പാവങ്ങളായതുകൊണ്ട് അവരധികം ഡിമാൻഡ് ചെയ്യില്ല. പക്ഷേ അമ്മാവനായ എനിക്ക് ഇടപെടാതിരിക്കാനും പറ്റില്ലല്ലോ. നിങ്ങൾ പറയുന്നത് ശരിയാണെന്നൊന്നും എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ അന്വേഷിക്കാൻ ചെന്നാലേ നാണം കെട്ട് തിരിച്ചു വരേണ്ട സ്ഥിതിയാവും. ഞാൻ ചോദിച്ച കാശ് നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. നിങ്ങൾ പറയുന്ന ഇത്ര വലിയ തുകയൊന്നും തരാൻ എൻ്റെ അടുത്ത് ഇല്ല. എന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഡ്യൂട്ടിയിൽ പല സ്ഥലത്തും എനിക്ക് പോകേണ്ടി വരുമെന്നേ. നീ ഇങ്ങനെ ആവശ്യമില്ലാതെ സംശയിക്കാതെ. പെണ്ണിന്റെ ശബ്ദം ഇവിടെ മണ്ണിന്റെ അതൊന്നുമില്ല. നിനക്കും അത് വട്ടായതുകൊണ്ട് തോന്നുക. എടി നീ ഒന്ന് സമാധാനപ്പെട്. ഒന്ന് സമാധാനപ്പെടാൻ ഞാനല്ലേ പറയുന്നത്. ഒന്നുമില്ലെന്നേ, ഒന്നുമില്ല. ചക്കരയല്ലേ നീ. ഞാൻ ജോലി തീർത്ത് ഉടനെ വരും കേട്ടോ. സത്യം പറഞ്ഞ CCTV വിഷ്വൽസ് ഒക്കെ ഞാൻ കണ്ടതാ. എൻ്റെ പെങ്ങടെ കുട്ടി നിങ്ങളുടെ വണ്ടിക്ക് വട്ടം ചാടിയാന്നും അറിയാം. കുറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തിരിച്ചും മനസ്സിലാക്കി ഇങ്ങോട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് തരണം. What do you mean? നിങ്ങൾ വിചാരിക്കുന്നവരെ ഞാൻ കുഴപ്പക്കാരൊന്നുമല്ല. അതെ, പിന്നെ ഒരു അംബീഷനാണ് എൻ്റെ. എൻ്റെ ഒരു ആഗ്രഹം. അതെ, എൻ്റെ ഫോൺ. ഞാൻ ഡോക്ടർ പ്രിയദർശൻ. ഡോക്ടറോ? ഞാനിവരുടെ ഡോക്ടറാണ്. എൻ്റെ ഫോണൊന്ന് തരാമോ? ഇവരെ ഡിപ്രഷൻ മൂലം ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പോൾ ട്രീറ്റ് ചെയ്തിപ്പോൾ ഇവർക്ക് എന്നോട് പറയാമോ? ഇന്നലെ വീട്ടിലേക്കും വന്നു. ഭാര്യ പിണങ്ങിപ്പോയി. ആ ഫോണൊന്ന് തരാമോ പ്ലീസ്? നോക്കൂ, വോയിസ് റെക്കോർഡറാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യലാണ് ഇവരുടെ മെയിൻ ഇത്. എന്നിട്ട് വീട്ടിലേക്ക് അയക്കും. സ്ലോ പോയിസൺസ് ആണ് ഇതെല്ലാം. സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടി. സൂയിസൈഡോ?
ഇന്ന് എൻ്റെ ഭാര്യ എനിക്കൊരു മെസ്സേജ് അയച്ചാ, എന്നിട്ട് പിണങ്ങിപ്പോയി. ഇനി ഒരു വരില്ലെന്നാ പറയുന്നത്. ഇറ്റ്സ് ഓക്കെ, യു ഗൈസ് എൻജോയ്. ഇല്ലില്ല, ഞങ്ങൾ എൻജോയ് ചെയ്തൊന്നുമില്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. ഡോക്ടർ ഇവരെ വിളിച്ചോളൂ, പോയിക്കേ. അല്ല, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ വന്നാ. നിങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ട്. എന്റെ ഭാര്യ അറിഞ്ഞ പ്രശ്നമാണ്. ദയവായി അങ്ങോട്ട് വിളിച്ചോണ്ട് പോ. പെണ്ണേ, ഒരു മിനിറ്റ്. നമ്മൾ തമ്മിൽ ഒരു ഇടപാടുമില്ല. എനിക്കൊരു പൈസയും വേണ്ട, എനിക്കൊരു കോമ്പൻസേഷൻ വേണ്ട. നീ ഒന്ന് പോയി തന്നാ മതി. അല്ല, എന്റെ പൊന്നനിയാ, ഞാനൊരു കാര്യം പറയട്ടെ. ദയവ് ചെയ്ത് എനിക്കൊരു അബദ്ധം പറ്റി പോയതാ. ആ ക്ലബിലെ ജോസ് എന്ന് പറഞ്ഞ് വൃത്തികെട്ടവൻ, അവൻ പറഞ്ഞിട്ട് ഞാൻ ഈ കുരിശിനെ ഏറ്റെടുത്ത് പോയതാ. അതുകൊണ്ട് ക്ഷമിക്കുക, ഞാൻ ഇനി ഇതിനകത്തില്ല. ഞാൻ പെട്ടുപോയതാ. ദയവ് ചെയ്തൊന്ന് ഇറങ്ങിത്താ പ്ലീസ്, പ്ലീസ്. അതൊന്നും എടുക്കണ്ട, ഞാൻ എടുത്തോളാം. വേഗം സ്ഥലം വിട്ടാ മതി. വേഗം സ്ഥലം വിട്ട. പോ. ഒറ്റ കേസ്. ദൈവമേ. അയ്യോ, താൻ എന്തൊക്കെയാണോ എന്നെ കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞേ? അല്ല, എനിക്ക് അയാളെ ഇടിച്ചു വീഴ്ത്താനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് ആകെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് വർക്കാക്കാനുള്ള കഴിവുള്ളൂ. അത് ഫലിച്ചത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു. താൻ എന്തിനാ എയർപോർട്ടിൽ പോണതിനിടയ്ക്ക് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ? ഹായ്, എൻ്റെ ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? ഓ സോറി, അതിലേക്ക് ആരൊക്കെയോ മിസ് കോളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ആണോ? അയ്യോ, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടല്ലോ. താനിപ്പോൾ എന്തായാലും വന്നത് നന്നായി. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂം പോകണം. എന്താ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വാഷ്റൂമിൽ പോകണം. വാഷ്റൂം? ഒരു 10 മിനിറ്റ് ഞാൻ എയർപോർട്ടിൽ എത്തിക്കാം. അവിടെ പോയാൽ മതിയോ? ഞാൻ ഇപ്പം എത്തിക്കാട്ടോ, ചിലപ്പോൾ ഒരു അമ്പ് കൂടി വരും കേട്ടോ. അവിടെയാണ് വാഷ്റൂം ഉള്ളത്. താങ്ക് യു. ശ്രീത് ഇപ്പൊ എവിടെയുണ്ട്? അത് ഞാൻ ഇറങ്ങാൻ നിൽക്കുക. അതിപ്പോ ചെക്കിൻ സമയമായി. ഞാൻ എയർപോർട്ടിന്റെ പാർക്കിംഗിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ ലൊക്കേഷൻ? എവിടെ കറക്റ്റ് നിൽക്കുന്നത്? ഞാൻ ഇപ്പൊ ഇവിടെ ഈ കഫറ്റീരിയയിലുണ്ട്. ഓക്കെ. ദേ ഞാൻ കീർത്തി, പ്രിയേട്ടാ, നമുക്കൊന്ന് അവിടെ പോയിരുന്നല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ചെയർ ഒന്ന് ഇരിക്ക്. ശ്രീതേ, ഞാൻ ഫൈസലിനെ ഡയൽ ചെയ്ത് തരാം. ഒന്ന് സംസാരിക്കാം. അല്ല പ്രിയേട്ട, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ്, എനിക്ക് മനസ്സിലായി. ഈ ഭാര്യമാര് ജോലിക്ക് പോകണ്ടെന്ന് പറയുന്ന ടൈപ്പ് ഒരു ഭർത്താവാണ് ശ്രീതെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയേട്ട, ഇങ്ങനെ ഒരു സൈഡ് മാത്രം സംസാരിക്കാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കിവിടെ ജോലിക്ക് പോകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ വാക്ക് മാറ്റല്ലേ. എനിക്ക് ജോലി കിട്ടുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനല്ലേ നിങ്ങള്? ഇടയ്ക്ക് സംസാരിക്കില്ലേ ശ്രീതോട? പ്രിയേട്ട, എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഫുൾ ടൈം ഫോണും കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ചാറ്റിങ്ങും. ഞാൻ ജോലിക്ക് പോയാൽ എനിക്ക് വേറെ പല ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങള്? അല്ലേ? പ്രിയേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനാണ് ആ വീട്ടിൽ സമ്പാദിക്കുന്നത്. ഞാനാണ് ആ വീട്ടിൽ ഇവക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഇവക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പൊന്നു പോലെയാണ് നോക്കുന്നത്. എന്തായാലും കുറയാൻ വരുന്നുണ്ടോ? നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി ജോലിക്ക് പോകണ്ട ശ്രീജിത്ത്. ഞാൻ ജോലിക്ക് പോയിക്കോളാം, നിങ്ങൾ വീട്ടിലിരുന്നോ. ഞാനും പൊന്നുപോലെ നിങ്ങളെ നോക്കിക്കോളാം. ഇതാണ് ആറ്റിറ്റ്യൂഡ്. എന്തായാലും പറയുമ്പോ ഇതാണ് ആറ്റിറ്റ്യൂഡ്.
ഇവിടെ എത്ര സില്ലിയാണെന്ന് പ്രിയേട്ടനറിയോ? അതായത് കഴിഞ്ഞ ദിവസം എന്താ ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ലൈക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച എന്നോട് വേണ്ടിയിട്ടില്ല. അറിയോ? എന്തെങ്കിലും കാര്യം പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം DP അങ്ങ് മാറ്റും, ഡാർക്ക് എന്നും പറഞ്ഞിടും. പിന്നെ എന്താണ് ട്രെയിൻ പോലെയാണ് സ്റ്റാറ്റസ് ഇടുന്നത്. ഇതൊക്കെ എന്തിനാ നാട്ടുകാരെ അറിയിക്കുന്നത്? നാട്ടുകാരെ അറിയിച്ചാൽ നിനക്ക് എന്താ ഗുണം കിട്ടുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒറ്റയ്ക്ക് മലമൂട്ടി ചെന്ന് ആ അനന്തത്തിലോട്ട് നോക്കിക്കുന്ന ഒരു DP ഉണ്ടല്ലോ, ആ DP മാറ്റ്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന DP ഇട്. അത് പറ്റുമോ നിങ്ങൾ? ആദ്യമേ പ്രായത്തിനൊത്ത മെച്ചൂരിറ്റി കാണിക്കും. വലിയ മെച്ചൂരിറ്റി ഉള്ള ഒരു മനുഷ്യൻ. എല്ലാ ദിവസവും രാത്രി ചപ്പാത്തി ഉണ്ടാക്കി തരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചോന്ന് ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാൻ വേണ്ടിട്ടല്ല ഞാൻ കഷ്ടപ്പെട്ട് MBA വരെ പഠിച്ചത്. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പബ്ലിക് സ്പേസിൽ കിടന്ന് ഇങ്ങനെ തല്ലു പിടിക്കില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കീർത്തിക്ക് ഒരു ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, എന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കീർത്തി ജോലിക്ക് പോവാണെങ്കിലും ശ്രീധനെ ശ്രദ്ധിക്കാനും ടേക്ക് കെയർ ചെയ്യാനൊക്കെ കീർത്തിക്ക് പറ്റില്ലേ? എന്താ പ്രിയേട്ട അങ്ങനെ ചോദിച്ചേ? ഞാൻ പിന്നെ ശ്രീധനെ നോക്കാതിരിക്കുവോ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സില്ലി കാര്യങ്ങളാണ്. നിങ്ങൾ 10-15 മിനിറ്റ് സംസാരിച്ച് തീരാവുന്നുള്ളൂ. എത്ര മണിക്ക് ശ്രീധന് ഫ്ലൈറ്റ്? പോകണം. എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ്. കീർത്തി ഇവിടെ ഒന്ന് സംസാരിക്കും കുറച്ച് നേരം. ഇരിക്കും കീർത്തി, ഇരിക്കും. താങ്ക് യു കേട്ടാ. അപ്പൊ ഓക്കെ, കാണാം. അതെ, വെറുതെ പ്രിയേട്ടനൊക്കെ ഇതിനകത്ത് ഒരു ഫോൺ മറന്നു. എന്ത് കോണത്തിലെ പരിപാടി എടുത്താൻ കാണിച്ചത്? 3-3.5 മണിക്കൂർ ഇവിടെ നിന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് തന്റെ സൗകര്യത്തിലല്ല താൻ വരുന്നത്. അല്ല, 4:30 ആയിട്ടില്ലല്ലോ. 4:30 അവൻ കാത്തു നിൽക്കണമായിരുന്നോ? ഞാൻ എത്ര തവണ വിളിച്ചു പറഞ്ഞ നേരത്തെ താൻ. മമ്മൂക്കയുടെ ഷൂട്ട് നേരത്തെ കഴിഞ്ഞു, പുള്ളി പോയി. എടാ, മമ്മൂക്കയുടെ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഏറ്റവും വലിയ അഭിലാഷമായി നടക്കുന്ന ഒരാളാണ് ഞാൻ. അതിനാണ് ഞാനൊരു പടം പിടിക്കുന്നത്, അറിയാമോ? അതെ, വള്ളം തുഴയേണ്ടവൻ വള്ളം തുഴയണം, ക്ഷവരം ചെയ്യേണ്ടവൻ ക്ഷവരം ചെയ്യണം. അതുപോലെ ഓരോരുത്തർക്ക് ഒരു പണി പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാനേ പറ്റുള്ളൂ തന്നെ കൊണ്ടൊക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഹോമിയോ ഡോക്ടർ ഹോമിയോ രോഗികൾക്ക് ഒരു ഗുളിക കൊടുത്താൽ മതി, മനസ്സിലായ? അല്ലാതെ ഇതുപോലെ ആൾക്കാരെ പറ്റിക്കാൻ നടക്കരുത്. ഒരു എഴുത്തുകാരൻ നടക്കണം, എഴുത്തുകാരൻ. വേറെ ആരെങ്കിലും നോക്കണോ? രാജേട്ടൻ പറഞ്ഞാൽ എന്താ? ഹലോ, എങ്ങാട് പോണ്? നടക്കാത്ത പടത്തിന്റെ ആൾക്കാരല്ലേ, നടന്നു പോയാ മതി. ഞങ്ങടാ എങ്ങാട് ഒന്ന് തന്നാ ഞാൻ. നീയാണ് ഇതിനൊക്കെ കാരണക്കാരെ പന്നി പറഞ്ഞേക്ക. ഞാൻ ബിരാദരന്മാർക്ക് അറിയാൻ പാടില്ല. ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന പാട് എനിക്കറിയാം. തൃപ്തിയായല്ലോ, രണ്ടുപേർക്ക് തൃപ്തിയായല്ലോ. ഈ റൈറ്റർക്ക് പോലും താല്പര്യമില്ലാത്ത സ്ക്രിപ്റ്റ് എന്തിനാണെന്നാ അവര് ചോദിച്ചത്. ഇതിപ്പോ എന്റെ ബാഗ് കലൂർക്ക് ആരെയും പോണ്ടേട്ടാ? കലൂർക്ക് ആരെങ്കിലും പോണ്ടേട്ടാ? ഞാൻ ഈ സിനിമ പരിപാടിയൊക്കെ വിടുക പ്രിയേട്ടാ, അതല്ലാതെ വേറൊരു വഴിയില്ല. വീട്ടിലെ സിറ്റുവേഷനും അതാണേ. അപ്പച്ചൻ കുറേ നിർബന്ധിക്കുന്നു വിസിറ്റേഴ്സ് എടുത്ത് വല്ല ഗൾഫിലോട്ടും പോവാൻ. ഇനിയിപ്പോൾ അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല പിടിച്ചിരിക്കാനായിട്ട്. എടോ, എല്ലാം ശരിയാവിടും. ഒന്നും ശരിയാവത്തില്ല പറയട്ടാ. വേണ്ട, വിട്ടേരെ. അപ്പം ശരി. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ ഓട്ടോ എടുത്തോളാം. ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നാ ശരി, ഞാൻ കൊട എന്തെങ്കിലും എടുത്തിട്ട് വരാം.
താങ്ക് യു. അപ്പോൾ ശരി. എൻ്റെ നമ്പർ ഉണ്ടല്ലോ അല്ലേ കയ്യിൽ, ആ വിളിച്ചാൽ മതി ഫ്രീ ആവുമ്പോൾ. ശരി. മിസ്റ്റർ പ്രിയദർശൻ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്ന ഒരു ദിവസമായിരുന്നില്ലേ? നിങ്ങളെന്തിനാ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്ന്? എല്ലാവരും ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ടല്ലേ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കൂ. നമ്മൾ ചെറുപ്പത്തിൽ ലെമൺ സ്പൂൺ റേസ് കളിച്ചിട്ടുണ്ടാവില്ലേ? ഈ സ്പൂണിൻ്റെ അറ്റത്ത് നാരങ്ങയെല്ലാം വെച്ചിട്ട്. ആ മത്സരത്തിനൊടുവിൽ ആര് ഫസ്റ്റ് എത്തുന്നു എന്നുള്ളതിലല്ലോ കാര്യം. നമ്മളെത്തുമ്പോൾ സ്പൂണിൽ നാരങ്ങ ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്കങ്ങനെ എൻ്റെ ചുറ്റുമുള്ളവരെ വിട്ടുകളഞ്ഞിട്ട് അങ്ങനെ ആദ്യം എത്താൻ ആഗ്രഹമില്ല. ഇനി അങ്ങനെ എത്തി വിജയിച്ചാൽ തന്നെ അതിലൊരിക്കലും എനിക്ക് സന്തോഷിക്കാനും പറ്റില്ല. We'll surely see. Thank you. Bye. ഹലോ. പ്രിയ സാറേ, ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. ഞാൻ രാവിലെ അങ്ങ് എത്തിക്കോളാം സാറേ. ശരി. പ്രിയ, പ്രിയ, മാഷൻ ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഫുഡ് ആ വനതോട് മേളിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ശരി. പ്രിയ, നാളെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാനുള്ള ആള് വരുന്നു പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്ന മോനെ വിചാരിച്ചേ. സന്തോഷായിട്ടോ. താങ്ക്സിന്റെ. പ്രിയേട്ടാ, ഞാൻ ഇന്നലെ ആട്ടോ എത്തിയത്. ഇവളുടെ ഡെലിവറി സമയത്ത് എനിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ശരി എന്നാ കാണാം.